ഭക്തർക്ക് കുടിവെള്ളം മുട്ടിച്ചും ചികിത്സ നിഷേധിച്ചും നഗരത്തെ മാലിന്യ കൂമ്പാരമാക്കി മാറ്റി പൊങ്കാലയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച അദൃശ്യ ശക്തികൾ. പക്ഷേ അവർക്ക് തെറ്റി. തിരുവനന്തപുരം നഗരസഭയുടെ ഉരുക്ക് പോലെയുള്ള നിശ്ചയദാർഢ്യവും സേവാഭാരതിയുടെ 6000-ഓളം വരുന്ന കർമ്മവീരന്മാരും കൈകോർത്തപ്പോൾ അവിടെ തകർന്നടിഞ്ഞത് വർഷങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പകപോക്കലുകളാണ്. ഇത് വെറുമൊരു ക്ലീനിങ് മിഷൻ അല്ല. ഇത് ഭാരതത്തിന്റെ സ്വച്ഛ് ഭാരത് എന്ന സ്വപ്നം കേരളത്തിന്റെ മണ്ണിൽ യാഥാർത്ഥ്യമാക്കിയ വിപ്ലവമാണ്. എങ്ങനെയാണ് ആസൂത്രിതമായി നടന്ന അട്ടിമറി ശ്രമങ്ങളെ BJP നയിക്കുന്ന ഭരണസമിതിയും സേവാഭാരതിയും ചേർന്ന് പരാജയപ്പെടുത്തിയത്? നിശബ്ദമായി സേവനമനുഷ്ഠിച്ച ആ 5000 വീരന്മാരുടെ കഥ എന്താണ്? നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ആരും പറയാത്ത ആറ്റുകാൽ പൊങ്കാലയുടെ യഥാർത്ഥ ഇൻസൈഡ് സ്റ്റോറിയാണ്. വീഡിയോ മുഴുവനായും കാണുക. നമ്മൾ ചരിത്രത്തിലേക്ക് ഒന്ന് നോക്കണം. മുൻകാലങ്ങളിൽ പൊങ്കാല കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? ലക്ഷക്കണക്കിന് അടുപ്പുകൾ കത്തിയമരുന്നു, ആയിരക്കണക്കിന് മൺകട്ടകൾ റോഡുകളിൽ ഉപേക്ഷിക്കപ്പെടുന്നു. ഇതിനു മുകളിലൂടെ വാഹനങ്ങൾ കയറി ഇറങ്ങി നഗരം മുഴുവൻ ഇഷ്ടികപ്പൊടി കൊണ്ടും ഭക്ഷണ സാധനങ്ങൾ കൊണ്ടും ശ്വാസം മുട്ടുന്ന ദിവസങ്ങൾ. ചവറുകൾ നീക്കം ചെയ്യാൻ ദിവസങ്ങൾ എടുക്കുന്ന നഗരസഭയുടെ പഴയ അനാസ്ഥ. എന്നാൽ ഇത്തവണ സ്ഥിതി വ്യത്യസ്തമായിരുന്നു. ഇത്തവണ വെല്ലുവിളികൾ കേവലം മാലിന്യമായിരുന്നില്ല, മറിച്ച് ഭരണകൂടത്തിന്റെ ഒത്താശയോടെ നടന്ന അട്ടിമറികളായിരുന്നു. സ്ഥലം MLA കൂടിയായ മന്ത്രി V ശിവൻകുട്ടി ഒരു പേരിന് മീറ്റിംഗിൽ പങ്കെടുത്ത് കൈ കഴുകി. സർക്കാർ സംവിധാനങ്ങൾ ഓരോന്നോരോന്നായി പിൻവാങ്ങാൻ തുടങ്ങി. എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? പൊങ്കാല താറുമാറാക്കുക, ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക. എന്നാൽ അവിടെയാണ് നഗരത്തിന്റെ കാവൽക്കാരനായി മേയർ VV രാജേഷ് അവതരിക്കുന്നത്. CPM-ന്റെ മൗനാനുവാദത്തോടെ വർഷങ്ങളായി നടന്നിരുന്ന അനധികൃത പാർക്കിംഗ് പിരിവെന്ന വലിയൊരു ലോബിയെ അദ്ദേഹം ഒറ്റയടിക്ക് ഇല്ലാതാക്കി. ഇത് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അസ്വസ്ഥമാക്കി. ഏതൊരു വലിയ ഉത്സവത്തിന്റെയും നട്ടെല്ല് കുടിവെള്ളവും മെഡിക്കൽ സേവനങ്ങളുമാണ്. പൊങ്കാല ദിവസം തിരുവനന്തപുരത്തെ കൊടും ചൂടിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾ നിൽക്കുമ്പോൾ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വാർഡുകളിൽ കുടിവെള്ളം മുട്ടിക്കാനായി നീക്കം നടന്നു. പൈപ്പുകൾ കേടാക്കിയും സപ്ലൈ തടഞ്ഞും ഭക്തരെ വലയ്ക്കാൻ ശ്രമിച്ചു. അതിനേക്കാൾ ക്രൂരമായിരുന്നു അടുത്ത നീക്കം. ഇടതാഭിമുഖ്യമുള്ള ഒരു വിഭാഗം ഡോക്ടർമാർ പൊങ്കാല ഡ്യൂട്ടിയിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. ആരോഗ്യ അടിയന്തരാവസ്ഥ സൃഷ്ടിച്ച് പൊങ്കാലയെ അലങ്കോലമാക്കാനായി ഇവർ ശ്രമിച്ചു എന്ന് തന്നെ പറയാം. എന്നാൽ ഈ ഭീഷണിക്ക് മുൻപിൽ പതറാത്തൊരു നേതൃത്വം നഗരസഭയിൽ ഉണ്ടായിരുന്നു. മേയർ VV രാജേഷ് പ്രഖ്യാപിച്ചു, നിങ്ങൾ പിന്മാറിക്കോളൂ, അമ്മമാർക്ക് കാവലായി സേവാഭാരതിയുടെ ഡോക്ടർമാർ എത്തും. നിമിഷങ്ങൾക്കുള്ളിൽ, വെറും നിമിഷങ്ങൾക്കുള്ളിൽ സേവാഭാരതിയുടെ 112 ഡോക്ടർമാർ സേവനത്തിന് തയ്യാറായി മുന്നോട്ട് വന്നു. ഇതോടെ ഗൂഢാലോചനക്കാർക്ക് തങ്ങളുടെ പ്രസ്താവന വിഴുങ്ങേണ്ടി വന്നു. ഭാരതീയ ചിന്തയുടെ വിജയം അവിടെ തുടങ്ങുകയായിരുന്നു. ഇനി നമുക്ക് ആ ശുചീകരണ വിസ്മയത്തിലേക്ക് കടക്കാം. 5000 സന്നദ്ധ പ്രവർത്തകർ, അതിൽ 2000 പേർ സ്ത്രീകളാണ്. സേവാഭാരതിയുടെ ഈ സൈന്യം നഗരത്തിന്റെ മുക്കിലും മൂലയിലും വിന്യസിക്കപ്പെട്ടു. വെറുമൊരു ശുചീകരണ തൊഴിലാളികളായിട്ടല്ല, മറിച്ച് ഇതൊരു പുണ്യകർമ്മമായി കണ്ടുകൊണ്ട് അവർ തെരുവിലേക്ക് ഇറങ്ങി. പൊങ്കാലയ്ക്ക് മുൻപുള്ള ദിവസങ്ങളിൽ തന്നെ നഗരത്തിലെ 25 വാർഡുകളിലായി 100 കേന്ദ്രങ്ങൾ ഇവർ വൃത്തിയാക്കി കഴിഞ്ഞിരുന്നു. ഇത് കേവലം വാക്കുകളല്ല, മറിച്ച് കൃത്യമായ ആസൂത്രണമായിരുന്നു. എണ്ണയിട്ട യന്ത്രം പോലെയാണ് സേവാഭാരതി പ്രവർത്തിച്ചത്. പൊങ്കാല നൈവേദ്യം കഴിയുന്നു, ഭക്തർ ഓരോരോന്നായി മടങ്ങാൻ തുടങ്ങുന്നു. സാധാരണയായി പിറ്റേന്ന് ഉച്ചയാകുമ്പോഴാണ് ശുചീകരണം ആരംഭിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ മേയറുടെയും ഭരണസമിതിയുടെയും നിർദ്ദേശപ്രകാരം നൈവേദ്യം കഴിഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ ഓപ്പറേഷൻ ക്ലീൻ സിറ്റി ആരംഭിച്ചു കഴിഞ്ഞു. നഗരത്തെ വിവിധ സോണുകളിലായി തിരിച്ചു. ഓരോ സോണിനും ഓരോ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നേരിട്ട് മേൽനോട്ടം വഹിച്ചു. സ്റ്റെപ്പ് 1 ഇഷ്ടികകൾ നീക്കം ചെയ്യുക. ട്രാക്ടറുകളും ലോറികളും നിരനിരയായി എത്തി. സ്റ്റെപ്പ് 2 കരിയും ചവറുകളും നീക്കം ചെയ്യുക. 5000 സേവാഭാരതി പ്രവർത്തകർക്കൊപ്പം 1000 അധിക താൽക്കാലിക ജീവനക്കാരും ചേർന്നു. സ്റ്റെപ്പ് 3 കഴുകി വൃത്തിയാക്കൽ. റോഡുകളിലെ പൊടി നീക്കം ചെയ്യാൻ നഗരസഭയുടെ വലിയ ടാങ്കറുകൾ എത്തി റോഡ് നല്ല വൃത്തിയാക്കി കഴുകി മിനുക്കി. രാത്രി വൈകും മുൻപേ തിരുവനന്തപുരം നഗരം ഒരു നവവധുവിനെയൊക്കെ പോലെ തിളങ്ങി നിന്നു. ഇത് ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ്. ആയിരക്കണക്കിന് ടൺ മാലിന്യം മണിക്കൂറുകൾക്കുള്ളിലാണ് അപ്രത്യക്ഷമായത്. ഈ ശുചീകരണ യജ്ഞം കേവലം തിരുവനന്തപുരത്തിന്റെ കാര്യമല്ല, ഇത് ഭാരതത്തിന്റെ മാതൃകയാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്ത സ്വച്ഛ് ഭാരത് എന്ന ആശയത്തിന്റെ പൂർണ്ണത കൂടിയാണ്. ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നിച്ചു നിന്നാൽ, രാഷ്ട്രീയ വിവേചനങ്ങൾ മറന്ന് സേവനത്തിനിറങ്ങിയാൽ അസാധ്യമായി ഒന്നുമില്ല. സേവാഭാരതിയെ പോലെയുള്ള സംഘടനകൾ കാണിച്ചു തരുന്നത് ഹിന്ദുധർമ്മത്തിന്റെ യഥാർത്ഥാർത്ഥം കൂടിയാണ്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വാർഡുകളിൽ വെള്ളം മുട്ടിക്കാൻ നോക്കിയവരൊക്കെ കണ്ടു ഭക്തരുടെ ദാഹം തീർക്കാൻ 160 ടാങ്കുകളുമായി നഗരസഭ കാത്തു നിൽക്കുന്നത്. ഇത് ഭാരതത്തിന്റെ പുതിയ മുഖമാണ്. എല്ലാം കഴിഞ്ഞ് വൃത്തിയൊക്കെ ആക്കി കഴിഞ്ഞ് ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ മാത്രം ശിവൻകുട്ടി ഓടിയെത്തി. വെല്ലുവിളികളെ നേരിടാൻ തങ്ങൾ സജ്ജമാണെന്നാണ് BJP ഇവിടെ പ്രഖ്യാപിച്ചത്. BJP ഭരിക്കുന്ന തിരുവനന്തപുരം നഗരസഭ കാണിച്ചു തന്നത് എങ്ങനെയാണ് ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് തന്നെ നഗരസഭ വികസനവും ശുചീകരണവും ഒക്കെ നടത്താമെന്നാണ്.
രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി ഒരു മഹാമഹത്തെ തകർക്കാൻ ശ്രമിച്ചവർക്ക് കിട്ടിയ കനത്ത പ്രഹരമാണിത്. CPM അനുഭാവികളായി ഡോക്ടർമാർക്ക് പിന്മാറേണ്ടി വന്നതും അനധികൃത പിരിവുകാർക്ക് ഓടേണ്ടി വന്നതും ഈ നിശ്ചയദാർഢ്യത്തിന് മുന്നിലാണ്. ആറ്റുകാൽ അമ്മയുടെ തിരുമുറ്റത്ത് ഭക്തർ അർപ്പിച്ച ഓരോ മൺകലവും സാക്ഷ്യം വഹിച്ചത് ഈ സേവന വിജയത്തിനു കൂടിയാണ്. ആറ്റുകാൽ പൊങ്കാലയുടെ ഈ വിജയം ഒരു തുടക്കം മാത്രമാണ്. സേവന സന്നദ്ധരായ ജനങ്ങളും വികസനത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു ഭരണസമിതിയും ഉണ്ടെങ്കിൽ ഏതൊരു നഗരത്തെയും സ്വർഗമാക്കാം. ഇത്തവണ നമ്മൾ കണ്ടത് വെറും ഒരു ഉത്സവമല്ല, മറിച്ച് ഗൂഢാലോചനകൾക്കെതിരെയുള്ള ധർമ്മത്തിന്റെ വിജയമാണ്. സേവാഭാരതിയുടെ 5000 പ്രവർത്തകരുടെ പാദങ്ങളിൽ നമുക്ക് പ്രണമിക്കാം. എന്തായാലും മേയർ VV രാജേഷിന്റെയും സംഘത്തിന്റെയും തളരാത്ത പോരാട്ടത്തിന് കയ്യടി തന്നെ നൽകണം. ആറ്റുകാൽ പൊങ്കാലയുടെ ഈ ചരിത്ര വിജയം വെറും ഒരു വാർത്തയല്ല, മറിച്ച് മാറ്റത്തിന്റെ ഇടിമുഴക്കമാണ്. രാഷ്ട്രീയ പകപോക്കലുകൾക്കും ഗൂഢാലോചനകൾക്കും മുകളിൽ സേവനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും വിജയം. ലക്ഷക്കണക്കിന് ഭക്തർക്ക് കുടിവെള്ളം നിഷേധിക്കാൻ ശ്രമിച്ചവർക്കും ആരോഗ്യ സേവനം മുടക്കി ഭീതി പടർത്താൻ നോക്കിയവർക്കും കാലം നൽകിയ കനത്ത മറുപടിയാണത്. പക്ഷെ ക്രെഡിറ്റുകൾ മാത്രം എല്ലാവർക്കും വേണം. കഷ്ടം തന്നെ. എന്തായാലും ഈ പോരാട്ടത്തിൽ നമ്മൾ കണ്ടത് ഭാരതത്തിന്റെ യഥാർത്ഥ ആത്മാവിനെയാണ്. വിഭജനത്തിന്റെയും പ്രീണനത്തിന്റെയും രാഷ്ട്രീയമല്ല, മറിച്ച് സേവനമാണ് പരമമായ ധർമ്മം എന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയെയാണ് ലോകം ഇവിടെ ദർശിച്ചത്. തിരുവനന്തപുരം നഗരസഭയുടെ ഉരുക്കുപോലെയുള്ള നിശ്ചയദാർഢ്യവും സേവാഭാരതിയുടെ 5000-ഓളം വരുന്ന സന്നദ്ധ പ്രവർത്തകരും കാണിച്ചു തന്നത് ഒരു നിശബ്ദ വിപ്ലവമാണ്. പൊങ്കാല കഴിഞ്ഞാൽ ദിവസങ്ങളോളം നഗരം ചവറിലും പൊടിപടലങ്ങളിലും മുങ്ങിക്കിടന്നിരുന്ന ആ പഴയ കാലം ഇനി ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലാണ്. BJP അധികാരം പിടിച്ചാൽ എങ്ങനെയായിരിക്കും ഭരണം നടക്കുക എന്നതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഇന്നത്തെ അനന്തപുരി. വികസനവും ആചാര സംരക്ഷണവും എങ്ങനെ കൈകോർക്കണം എന്നതിന് ഇന്ന് അനന്തപുരി ലോകത്തിന് തന്നെ മാതൃകയാകുന്നു. മേയർ VV രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി തെളിയിച്ചത് ഇച്ഛാശക്തിയുള്ളൊരു നേതൃത്വം ഉണ്ടെങ്കിൽ ഏത് ഭരണകൂട ഭീഷണിയെയും ഏത് രാഷ്ട്രീയ അട്ടിമറിയെയും നിഷ്പ്രഭമാക്കാമെന്നാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഈ വിസ്മയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത സ്വച്ഛ് ഭാരത് എന്ന മഹത്തായ ആശയത്തിന്റെ കേരളീയ മണ്ണിലെ വിശ്വരൂപമാണ്. ശുചിത്വം എന്നത് കേവലം ഒരു മുദ്രാവാക്യമല്ല, മറിച്ച് അതൊരു സംസ്കാരമാണെന്നും ആത്മീയതയുടെ ഭാഗമാണെന്നും ആറ്റുകാലിലെ ഈ ശുചീകരണ യജ്ഞം നമ്മളെ പഠിപ്പിക്കുന്നു. ഭാരതത്തിന്റെ സനാതന മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ആധുനികമായ ആസൂത്രണത്തോടെ മുന്നേറാൻ നമുക്ക് ലോകത്തിന് മുൻപിൽ അഭിമാനത്തോടെ നിൽക്കാം. സ്വന്തം വിശപ്പും ദാഹവും മറന്ന് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ തെരുവിലിറങ്ങിയ ആ 2000 വനിതകളും 3000 യുവാക്കളും വരും തലമുറയ്ക്കുള്ള ഏറ്റവും വലിയ പാഠപുസ്തകമാണ്. അവരാണ് നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ കേരളത്തിന്റെ, നമ്മുടെ അനന്തപുരിയുടെ ശില്പികൾ. നമ്മുടെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും തകർക്കാൻ ഇനിയും ഗൂഢനീക്കങ്ങൾ എന്തായാലും ഉണ്ടായേക്കാം. കാരണം BJP ഭരണം പിടിച്ചത് സഹിക്കാനാവില്ലല്ലോ. ഭക്തരെ ദുരിതത്തിലാഴ്ത്തി രാഷ്ട്രീയ ലാഭം കൊയ്യാൻ നോക്കുന്നവർ ഇനിയും തിരശ്ശീലയ്ക്ക് പിന്നിൽ കരുക്കൾ നീക്കും. പക്ഷേ ജാഗ്രതയുള്ളൊരു ജനതയും സേവന സന്നദ്ധരായ സംഘടനകളും ഒപ്പമുണ്ടെങ്കിൽ ആ ചതിക്കുഴികളെല്ലാം നമുക്ക് പുഷ്പം പോലെ അതിജീവിക്കാം. ആറ്റുകാലമ്മയുടെ അനുഗ്രഹവും എന്തായാലും ഈ പുണ്യഭൂമിക്ക് എന്നും കാവലായിരിക്കട്ടെ. എന്തായാലും ഈ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവച്ച സത്യങ്ങൾ വെറും ഒരു വിവരണമല്ല, മറിച്ച് ഓരോ ഭാരതീയനും ഓരോ അനന്തപുരിക്കാരും ഉൾക്കൊള്ളേണ്ട കരുത്താണ്. സത്യം മൂടിവെക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള താക്കീതാണ്. എന്തായാലും ഒരു BJP അധികാരം പിടിച്ചു കഴിഞ്ഞാൽ BJP ഭരിക്കുന്ന ഇടങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന്, എന്ത് മറിമായങ്ങൾ സംഭവിക്കുമെന്ന്, എന്തൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന്, എന്തൊക്കെ അട്ടിമറികൾ മുന്നിലുണ്ടായാലും അതിനെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് എന്തൊക്കെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് നമ്മൾ ഇന്ന് കണ്ടിരിക്കുകയാണ്. എന്തായാലും കൈയടിച്ച് പാസ്സാക്കിയേ തീരൂ. കാരണം ആര്യ രാജേന്ദ്രൻ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു അനന്തപുരി എന്നും VV രാജേഷിന്റെ കരുത്തിൽ ഇന്നത്തെ അനന്തപുരിയും നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി.